സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫിദ മാഡത്തിന് എന്താ പറ്റിയെന്നറിയാതെ ടെൻഷനിൽ രാധിക വേഗം തന്നെ ഫിദയുടെ വീട്ടിലെത്തുവാണ്. എന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുവാണ് കേട്ടോ. ഈ സമയം അമൃത പോയി വാതിൽ തുറക്കുവാണ്. അവിടെ രാധികയെ കാണുന്നതും അമൃത പെട്ടെന്നൊന്ന് ഭയക്കുന്നുണ്ട്. എന്നാൽ രാധിക എന്താണെങ്കിലും വരുമെന്നുള്ള കാര്യം അമൃതയ്ക്കും ശ്യാമയ്ക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ എല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് ഇരിക്കുന്നത്. ശ്യാമ ഫിദയുടെ വേഷത്തിലൊക്കെ തന്നെയായിരുന്നു അവിടെ ഇരിക്കുന്നുണ്ടായത്. അങ്ങനെ രാധികയെ അമൃത അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഈ സമയം അകത്തേക്ക് വന്ന രാധിക ടെൻഷനോട് കൂടി ഫിദയെക്കുറിച്ച് ചോദിക്കുവാണ്ട് അമൃതയോട്. എന്താ ഫിദ മാഡത്തിന് പറ്റിയത്? എന്താ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അങ്ങനെ എന്നെ ഒഴിവാക്കുന്ന പോലെയൊക്കെ സംസാരിച്ചത്? മാഡം ഉണ്ടോ അകത്ത്? അന്നേരം ശ്യാമ അങ്ങോട്ടേക്ക് എത്തുവാണ്. ഫിദ മാഡത്തിന് എന്താ പറ്റിയത്? എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ കാരണം മാഡത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? അന്നേരം ശ്യാമ പറയണേ, ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ എനിക്കിനി പ്രതീക്ഷിക്കാനൊന്നുമില്ല. എനിക്കിനി ഭഗവാനിൽ മാത്രം അർപ്പിച്ച് ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ രാധിക മോള് ആശ്രമത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിപ്പിച്ച് എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചത്. എന്നിട്ട് ആശ്രമത്തിൽ വെച്ച് എന്താ നടന്നത്? വരുൺ എങ്ങനെയാണ് ആശ്രമത്തിലെത്തിയത്? അങ്ങനെ ശ്യാമയുടെ ആ ചോദ്യം കേൾക്കുന്നതും ഞെട്ടലോടുകൂടി നിൽക്കുവാണ്ടോ രാധിക. എന്ത് മറുപടി പറയണമെന്നറിയാതെ ടെൻഷനോട് രാധിക നിൽക്കുവാണ്. അന്നേരം ശ്യാമ വീണ്ടും ചോദിക്കണേ, ഇലക്ട്രീഷ്യൻ്റെ വേഷത്തിൽ വരുൺ എങ്ങനെയാണ് ആശ്രമത്തിലെത്തിയതെന്ന് അക്കാര്യം മോൾക്കറിയില്ലായിരുന്നോ? ഇല്ല, വരുൺ എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. അന്നേരം ശ്യാമ പറയണേ, പരിശുദ്ധമായ ഒരു ആശ്രമത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രണയ നാടകം നടത്തുന്നത്. അതെത്രമാത്രം ദ്രോഹമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്യാമയുടെ വാക്കുകളൊക്കെ കേൾക്കുന്നതോടെ സങ്കടപ്പെട്ട് കരയുവാണ്ടോ രാധിക. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക മുത്തശ്ശിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങുമായിരിക്കും. ഈ സമയം മുത്തശ്ശി പ്രിയങ്കയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഒക്കെ നേരുന്നുണ്ട്. എൻ്റെ മോൾ ആഗ്രഹിച്ചതുപോലെ വലിയ വിവരങ്ങളിലെത്തും. ഈ സിനിമ കഴിഞ്ഞോട്ടെ, മോളെക്കുറിച്ചായിരിക്കും ഈ നാട്ടിലുള്ളവർ മുഴുവൻ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരുടെയും ഇഷ്ട നായികയായിട്ട് എൻ്റെ മോള് മാറും. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രിയങ്കയ്ക്ക് കവിളിലൊക്കെ ഉമ്മ കൊടുക്കുവാണ്ടോ മുത്തശ്ശി. ഈ സമയം പ്രിയങ്കയും മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് മുത്തശ്ശിയുടെ കവിളിൽ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് സംസാരിക്കുന്ന രാധികേനെയും ഫിദേനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവരുടെ സംസാരത്തിനിടയിൽ ശ്യാമ പെട്ടെന്ന് തലകറങ്ങി രാധികയുടെ മെത്തേക്ക് വീഴുവാണ്. അങ്ങനെ ഇത് കണ്ടിട്ട് രാധികയും അമൃതയൊക്കെ അങ്ങ് ടെൻഷനാകുക. ഈ സമയം അമൃത വെള്ളം എടുക്കാന്ന് പറഞ്ഞ് താഴത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം രാധിക ടെൻഷനോട് കൂടി കയ്യിലും മറ്റുമൊക്കെ തടവിക്കൊണ്ട് ശ്യാമയുടെ അരികിൽ തന്നെ ഇരിക്കുക. ഈ സമയം ശ്യാമയുടെ പർദ്ദ പതിയെ പൊക്കുവാണ്ടോ രാധിക. അങ്ങനെ പൊക്കി പകുതി വരെ പൊക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ കാഴ്ച കണ്ട് അമൃതം അങ്ങോട്ടേക്ക് വരുന്നുണ്ടാകും. അങ്ങനെ ഈ ഒരു സീനൊക്കെ പ്രമോയിൽ കാണിക്കുന്നുണ്ട്. പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്